ലോക്സഭാ തിരഞ്ഞെടുപ്പ് പ്രചാരണം അന്തിമഘട്ടത്തിലേക്ക് കടക്കവേ വൻ നീക്കവുമായി വോട്ടർമാരെ ആകർഷിക്കാൻ ഒരുങ്ങുകയാണ് ബി.ജെ.പി. പ്രമുഖരുടെ നീണ്ട നിര വൈകാതെ കേരളത്തിലേക്ക് എത്തുന്നതാണ്. തിരുവനന്തപുരം, തൃശൂർ മണ്ഡലങ്ങളിലാണ് ഇവർ പ്രധാനമായും കേന്ദ്രീകരിക്കുക. സിനിമാ താരങ്ങൾ, IT രംഗത്തെ പ്രമുഖർ തുടങ്ങിയവർ അടങ്ങുന്ന പട്ടിക ബി.ജെ.പി. തയ്യാറാക്കി കഴിഞ്ഞു. കഴിഞ്ഞ ദിവസം കേന്ദ്ര ആഭ്യന്തരമന്ത്രിയായ അമിത്ഷാ തിരുവനന്തപുരത്ത് അപ്രതീക്ഷിത സന്ദർശനം നടത്തിയിരുന്നു. ബി.ജെ.പിയുടെ തിരഞ്ഞെടുപ്പ് പ്രചാരണം സംബന്ധിച്ച കാര്യങ്ങളും അദ്ദേഹം ചോദിച്ചറിഞ്ഞിരുന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി വന്നുപോയ ശേഷമാകും താരനിര തിരുവനന്തപുരത്തേക്ക് ഇറങ്ങുക. RSSന്റെ സ്വാധീനവും പ്രചാരണത്തിനായി ഉപയോഗിക്കുന്നതാണ്. ബി.ജെ.പി. വളരെ പ്രതീക്ഷ വെച്ചു പുലർത്തുന്ന മണ്ഡലങ്ങളാണ് തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലവും അതുപോലെ തന്നെ തൃശൂരും. കേന്ദ്രമന്ത്രി രാജീവ് ചന്ദ്രശേഖറിനെ സ്ഥാനാർത്ഥിയാക്കിയതിൽ ഏറെ ആത്മവിശ്വാസത്തോടെയാണ് ബി.ജെ.പി. പ്രവർത്തിക്കുന്നത്. നിലവിൽ എല്ലാ കഴിവും പുറത്തെടുത്ത് ജനങ്ങളെ ആകർഷിക്കുകയാണ് ബി.ജെ.പിയുടെ ലക്ഷ്യം. പ്രചാരണത്തിന് വേണ്ടി ആരെയെല്ലാം ഇറക്കണമെന്ന് ബി.ജെ.പി. നേതൃത്വം ചർച്ച ചെയ്തിട്ടുമുണ്ട്. വിശദമായ പട്ടിക തയ്യാറാക്കുകയും ചെയ്തു. ഇതിൽ മോഹൻലാൽ, ശോഭന, ബോളിവുഡ് താരങ്ങൾ, വിവിധ ഭാഷകളിലെ സംവിധായകർ, IT രംഗത്തെ പ്രമുഖർ എന്നിവരെല്ലാം ഉണ്ടെന്നാണ് റിപ്പോർട്ടുകൾ. ഇവരുമായി സംസാരിച്ച് പ്രചാരണ വേദികളിൽ എത്തിക്കാനാണ് ശ്രമങ്ങൾ നടക്കുന്നത്. എന്നാൽ ആരെല്ലാം വരുമെന്ന് ഇതുവരെ ഉറപ്പായിട്ടില്ല. താരപ്രചാരകരെ ഇറക്കിയാൽ അന്തിമഘട്ട പ്രചാരണം കൊഴുപ്പിക്കാമെന്നും രംഗം കീഴടക്കാമെന്നുമാണ് ബി.ജെ.പി. പ്രതീക്ഷ വയ്ക്കുന്നത്. ശോഭന ബി.ജെ.പി. സ്ഥാനാർത്ഥിയാകുമോ എന്ന് നേരത്തെ പറഞ്ഞു കേട്ടിരുന്നതാണ്. സുരേഷ് ഗോപി ഇതിനെ പിന്തുണച്ച് രംഗത്ത് വരികയും ചെയ്തിരുന്നു. നരേന്ദ്രമോദി നേതൃത്വം നൽകിയ പരിപാടികളിൽ ശോഭന പങ്കെടുത്തത് ഈ വാർത്തകൾക്ക് ബലമേകുകയും ചെയ്തു. പക്ഷേ ശോഭന സ്ഥാനാർത്ഥിയായി വന്നതുമില്ല. പകരമെത്തിയത് രാജീവ് ചന്ദ്രശേഖറാണ്. മോഹൻലാൽ ബി.ജെ.പി. പരിപാടികൾക്ക് എത്താൻ സാധ്യതകൾ കുറവാണ്. പലപ്പോഴും സംഘപരിവാറുമായി ബന്ധപ്പെടുത്തി മോഹൻലാലിന്റെ പേര് ചർച്ച ചെയ്തിട്ടുണ്ടെങ്കിലും അദ്ദേഹം നിഷ്പക്ഷ നിലപാടാണ് സ്വീകരിച്ചിട്ടുള്ളത്. പരസ്യമായി ഏതെങ്കിലും പാർട്ടിയോട് പ്രത്യേക മമത മോഹൻലാൽ പ്രകടിപ്പിച്ചിട്ടില്ല. എന്നാൽ അതേസമയം സർക്കാർ പരിപാടികളിൽ മോഹൻലാൽ പങ്കെടുക്കാറുമുണ്ട്. നിരവധി തവണ മത്സരിച്ച സുരേഷ് ഗോപിയുടെ പ്രചാരണത്തിനു പോലും മോഹൻലാൽ ഇതുവരെ എത്തിയിട്ടുമില്ല. അതേസമയം തിരുവനന്തപുരത്ത് ശശി തരൂർ ജയിക്കുമെന്നാണ് ഇതുവരെയുള്ള മിക്ക അഭിപ്രായ സർവേകളും വ്യക്തമാക്കുന്നത്. ഇടത് സ്ഥാനാർത്ഥിയായ പന്ന്യൻ രവീന്ദ്രനും വലിയ ആത്മവിശ്വാസത്തിലാണ്. ബി.ജെ.പിക്ക് മികച്ച സ്വാധീനമുള്ള മണ്ഡലമായതിനാൽ രാജീവ് ചന്ദ്രശേഖറിന്റെ അട്ടിമറി വിജയം തള്ളിക്കളയാനുമാകില്ല. എന്നാൽ അതേസമയം ലോക്സഭാ തിരഞ്ഞെടുപ്പിന് മുന്നോടിയായി ബി.ജെ.പി. പ്രകടന പത്രിക പുറത്തിറക്കിയിട്ടുണ്ട്. ഡൽഹിയിൽ നടന്ന ചടങ്ങിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലാണ് പ്രകടന പത്രിക പുറത്തിറക്കിയത്. യുവാക്കൾ, സ്ത്രീകൾ, കർഷകർ, സാമ്പത്തികമായി പിന്നാക്കം നിൽക്കുന്നവരുടെ പ്രതിനിധികൾ എന്നിവരടക്കം കേന്ദ്ര സർക്കാരിന്റെ വിവിധ ക്ഷേമ പദ്ധതികളുടെ ഗുണഭോക്താക്കൾക്ക് പ്രകടന പത്രികയുടെ പതിപ്പ് നൽകിയാണ് പ്രധാനമന്ത്രി ഇത് പുറത്തിറക്കിയത്. ലഖ്പതി ദീദി പദ്ധതി 3 കോടി സ്ത്രീകൾക്കായി വിപുലീകരിക്കും. വനിതാ സംവരണം പ്രാബല്യത്തിൽ കൊണ്ടുവരും. മെട്രോ റെയിൽ ശൃംഖല വിപുലമാക്കും. അഴിമതിക്കാർക്കെതിരെ കൂടുതൽ കർശന നടപടികൾ സ്വീകരിക്കും. അന്താരാഷ്ട്ര തലത്തിൽ രാമായണോത്സവം സംഘടിപ്പിക്കും. കൂടുതൽ വന്ദേ ഭാരത് ട്രെയിനുകൾ കൊണ്ടുവരും. വടക്ക് തെക്ക് ബുള്ളറ്റ് ട്രെയിൻ റൂട്ടിന്റെ സാധ്യത പഠനം നടത്തും. 6G സാങ്കേതിക വിദ്യ പ്രഖ്യാപിക്കുമെന്നതടക്കം നിരവധി പ്രഖ്യാപനങ്ങളാണ് പത്രികയിലുള്ളത്. പത്രിക പുറത്തിറക്കിയതിന് പിന്നാലെ നേതാക്കളെയും പ്രവർത്തകരെയും അഭിസംബോധന ചെയ്ത് സംസാരിച്ച പ്രധാനമന്ത്രി കേരളത്തിലെ വിഷു ആഘോഷത്തിന്റെ കൂടി പശ്ചാത്തലത്തിൽ ആശംസകൾ നേർന്നുകൊണ്ടാണ് പ്രസംഗം ആരംഭിച്ചത്. രാജ്യം കാത്തിരുന്ന പ്രകടന പത്രികയാണ് ബി.ജെ.പി. അവതരിപ്പിച്ചതെന്ന് അദ്ദേഹം പറഞ്ഞു. നടപ്പാക്കുന്ന കാര്യങ്ങളെ പ്രകടന പത്രികയിൽ പറയാനുള്ളൂ. 4 വിഭാഗങ്ങളെ കൂടുതൽ ശാക്തീകരിക്കുകയാണ് ലക്ഷ്യം. 25 കോടി ജനങ്ങളെ ദാരിദ്ര്യത്തിൽ നിന്ന് മുക്തരാക്കി. സൗജന്യ റേഷൻ അടുത്ത 5 വർഷത്തേക്ക് കൂടി തുടരും. 70 വയസ്സിന് മുകളിലുള്ള എല്ലാവരെയും ആയുഷ്മാൻ ഭാരത് പദ്ധതിയിൽ ഉൾപ്പെടുത്തും. വാതക പൈപ്പ് ലൈൻ എല്ലാ വീടുകളിലും എത്തിക്കും. വൈദ്യുതി ബിൽ 0 സോളാർ പദ്ധതി വ്യാപകമാക്കും. മുദ്രാ ലോൺ തുക 10 ലക്ഷത്തിൽ നിന്ന് 20 ലക്ഷം രൂപയാക്കും. പ്രധാനമന്ത്രി ആവാസ് യോജന വഴി 3 കോടി വീടുകൾ നിർമ്മിക്കും.
ട്രാൻസ്ജെൻഡറുകളുടെ ആയുഷ്മാൻ ഭാരത് പദ്ധതിയിൽ ഉൾപ്പെടുത്തും. ഭിന്നശേഷിക്കാർക്ക് PM ആവാസ് യോജന വഴി വീടുകൾ നൽകുമെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്റെ പ്രസംഗത്തിൽ വ്യക്തമാക്കി.